അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും യഥോചിതം പാലിച്ച് തഖ്വയോടുകൂടി ഇഖ്ലാസോടുകൂടി ജീവിതം നയിക്കണം എന്ന് പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ തൗഫീഖ് ഒന്നുകൊണ്ട് മാത്രം അവൻ ഏറെ ഇഷ്ടപ്പെടുന്ന വലിയ സൽക്കർമ്മമായി രേഖപ്പെടുത്തും എന്ന് പ്രതീക്ഷിക്കാവുന്ന, ഇഹലോകത്തും പരലോകത്തും നമുക്ക് സന്തോഷം നൽകാൻ സഹായിക്കുന്ന മഹത്തായ ഒരു സംരംഭത്തിലാണ് അൽഹംദുലില്ലാഹ് നമ്മളുള്ളത്. അള്ളാഹുവിന്റെ കലാമായ വിശുദ്ധ ഖുർആൻ അർത്ഥവും ആശയവും ഒക്കെ ചർച്ച ചെയ്തു പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് ഖുർആനിനെ വല്ലാതെ പരിഗണിക്കലാണ്. ഖുർആനിനെ വഴികാട്ടുന്ന, മുന്നിൽ നിർത്തുന്ന ആളുകൾ, വഴികാട്ടിയായി സ്വീകരിക്കുന്നവർ സ്വർഗത്തിലേക്കാണ് എത്തുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മൻ ജഅലഹു അമാമഹു ഖാദഹു ഇലൽ ജന്ന. ആരെങ്കിലും ഖുർആനിനെ മുന്നിൽ നിർത്തുകയാണെങ്കിൽ, ഖുർആൻ പറഞ്ഞതനുസരിച്ച് നമ്മൾ അതിന്റെ പിന്നാലെ പോവുകയാണെങ്കിൽ, ഖാദഹു ഇലൽ ജന്ന, അവനെ സ്വർഗത്തിലേക്ക് നയിക്കും. വമൻ ജഅലഹു ഖൽഫഹു, അതല്ല അതിനാരെങ്കിലും പിന്നിലാക്കിയാൽ, ഖുർആൻ പഠനമല്ല, പാരായണമല്ല, ഖുർആന്റെ അർത്ഥമോ ആശയോ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല എന്ന അവസ്ഥയാണെങ്കിൽ, സാഖഹു ഇലന്നാർ, അവനെ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഖുർആൻ പഠനം എന്ന നിലക്ക് ഖുർആനിനെ മുന്നിൽ നിർത്തി സ്വർഗത്തിലെത്തുന്ന സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിന്റെ 21-ാം അധ്യായം സൂറത്തുൽ അംബിയ ആണ് കഴിഞ്ഞ 10-ലധികം ക്ലാസുകളിലായി നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞത്. അൽഹംദുലില്ലാഹ്, ഇതിൽ നിന്ന് 8 ആയത്തുകൾ ഇതിനകം നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. 8-ാമത്തെ ആയത്ത് വിശദീകരിച്ച സന്ദർഭത്തിൽ 9-ാമത്തെ ആയത്തിന്റെ ആദ്യ ഭാഗം നമ്മൾ തുടങ്ങി വെച്ചിരുന്നു. ഇൻഷാ അല്ലാഹ്, കഴിഞ്ഞ ക്ലാസ്സിൽ പറയാത്ത 9-ാമത്തെ ആയത്തിന്റെ ആദ്യ ഭാഗത്തുള്ള ബാക്കി കാര്യങ്ങൾ പറഞ്ഞ് ആയത്തിന്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ആയത്തും അർത്ഥവും ആശയവും ഒക്കെ ചർച്ച ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ഓരോരുത്തരും 9-ാമത്തെ ആയത്തിലേക്ക് നോക്കുക. ഇൻഷാ അല്ലാഹ് ഓതി അർത്ഥം പറഞ്ഞ് പിന്നീട് നമുക്ക് വിശദീകരണത്തിലേക്ക് പ്രവേശിക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ثم صدقناهم الوعد فأنجيناهم ومن نشاء വഹ്ലക്നൽ മുസ്രിഫീൻ. അല്ലാഹു പറയുകയാണ്, സുമ്മ, പിന്നീട്, അനന്തരം, അതിനുശേഷം, സ്വദഖ്നാഹും, നാം അവരോട് സത്യസന്ധത പാലിച്ചു, അൽ വഅദ, വാഗ്ദാനത്തിന്റെ കാര്യത്തിൽ, അവരോട് വെച്ച കരാറിന്റെ വിഷയത്തിൽ നാം അത് പാലിക്കുകയുണ്ടായി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. ഫഅൻജൈനാഹും, അങ്ങനെ നാം രക്ഷപ്പെടുത്തി, ഫഅൻജൈനാഹും, അവരെ നാം രക്ഷപ്പെടുത്തി, വമൻ നശാ, നാം ഉദ്ദേശിക്കുന്നവരെയും, അവരെയും നാം ഉദ്ദേശിക്കുന്ന മറ്റുള്ളവരെയും നാം രക്ഷപ്പെടുത്തി, വഹ്ലക്നൽ മുസ്രിഫീൻ, അതിരുകവിഞ്ഞവരെ നാം നശിപ്പിക്കുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ നിഷേധിച്ച, ധിക്കരിച്ച ആളുകളെ കുറിച്ചാണ് ഇതിനു മുമ്പുള്ള ആയത്തുകളിൽ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അള്ളാഹുവിനെ ധിക്കരിക്കുന്നവർക്ക് ശക്തമായ താക്കീത്, ഭയാനകമായ ശിക്ഷകൾ ഇറങ്ങും എന്ന് പ്രവാചകന്മാരിലൂടെ അള്ളാഹു താക്കീത് നൽകിയിരുന്നു. അത് പുലരുകയും പ്രവാചകന്മാരെയും പ്രവാചകന്മാരിൽ വിശ്വസിച്ചവരെയും അള്ളാഹു രക്ഷപ്പെടുത്തും എന്ന വാഗ്ദാനം അവൻ പാലിക്കുകയും ചെയ്തു എന്നാണ്
ഈ ആയത്തിന്റെ ആകത്തുക. ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിറുകൾ ആ കാര്യം നമ്മെ അറിയിക്കുന്നുണ്ട്. വാക്കുകൾ എങ്ങനെയാണ്? സുമ്മ പിന്നീട്, സ്വദഖിന നാം സത്യസന്ധത പുലർത്തി. സ്വദഖ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞു, സത്യസന്ധത പുലർത്തി എന്നൊക്കെയാണ്. സ്വദഖിന നാം സത്യസന്ധത പുലർത്തി, ഹും അവരോട്, അൽ വഅദ വാഗ്ദാനം ചെയ്ത വിഷയത്തിൽ നാം അവരോട് ചെയ്ത വാഗ്ദാനം സത്യസന്ധമായി പുലർത്തുകയുണ്ടായി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. നമ്മൾ പറഞ്ഞിരുന്നു, ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിആദ്, അള്ളാഹു കരാറുകൾ ലംഘിക്കുകയില്ല. അള്ളാഹു ഒരു വാഗ്ദാനം വെച്ചാൽ പിന്നെ അതൊരിക്കലും ലംഘിക്കാത്ത വാഗ്ദാനങ്ങളായിരിക്കും എന്ന് അടിയുറച്ച് നമ്മൾ വിശ്വസിക്കണം. ഏതാനും ചില കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുന്നിൽ നൽകുന്ന 5 വാഗ്ദാനങ്ങൾ, പ്രധാനപ്പെട്ട 5 വാഗ്ദാനങ്ങൾ വേഗത്തിൽ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കാം. അതിൽ ഒന്നാമത്തേത് അള്ളാഹു പറയാണ്, എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യും. ഇത് അള്ളാഹുവിന്റെ ഒരു വാഗ്ദാനാണ്. ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആയത്ത് വരണം, അള്ളാഹു വാഗ്ദാനം ലംഘിക്കുകയില്ല. അതുകൊണ്ട് നമുക്ക് എന്തു പറയാനുണ്ടെങ്കിലും എന്ത് ചോദിക്കാനുണ്ടെങ്കിലും നമ്മുടെ റബ്ബിനോട് ചോദിച്ചാൽ അതിന് ഉത്തരം കിട്ടും. കിട്ടുന്ന രൂപത്തിലും രീതിയിലൊക്കെ വ്യത്യാസം ഉണ്ടാകും. നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ പാലിച്ചുകൊണ്ടാണ് നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന റബ്ബിനോട് പറയുന്നതെങ്കിൽ തീർച്ചയായും നമുക്കതിന് ഉത്തരം കിട്ടുക തന്നെ ചെയ്യും. കാരണം ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിആദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല 40-ാം അധ്യായം സൂറത്തു ഗാഫിറിന്റെ 60-ാമത്തെ ആയത്തിൽ പഠിപ്പിക്കുകയാണ്, വഖാല റബ്ബുക്കും, നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നു, ഉദ്ഊനി, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുവിൻ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാം. ഇത് അള്ളാഹു വെച്ചൊരു വാഗ്ദാനാണ്. ശരിക്കും പറഞ്ഞാൽ അള്ളാഹുവിന് അങ്ങനെ പ്രാർത്ഥിക്കുന്നവരെയാണ് ഇഷ്ടം, പ്രാർത്ഥിക്കുന്നവരെയാണ് അള്ളാഹു പരിഗണിക്കുക. സൂറത്തുൽ ഫുർഖാനിന്റെ അവസാനത്തെ ആയത്ത് എന്താ? ഖുൽ മാ യഅബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും. നിങ്ങളുടെ പ്രാർത്ഥന ഇല്ലായിരുന്നുവെങ്കിൽ എന്റെ റബ്ബ് നിങ്ങളെ എങ്ങനെ പരിഗണിക്കാനാ? അപ്പൊ അള്ളാഹുവിന്റെ പരിഗണന ലഭിക്കണമെങ്കിൽ നമ്മൾ അള്ളാഹുവിനോട് നമ്മുടെ ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ പ്രാർത്ഥിക്കണം എന്നർത്ഥം. പ്രാർത്ഥിച്ചാലോ അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യും. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന വിവിധ രൂപങ്ങൾ പഠിപ്പിച്ചപ്പോ 3 കാര്യങ്ങൾ പ്രത്യേകം പറഞ്ഞു. ഒന്നുകിൽ നിങ്ങൾ ചോദിച്ചതുപോലെ അള്ളാഹു ഇങ്ങോട്ട് തരും, അതാണ് ഒരു ഉത്തരം കിട്ടൽ. അല്ലെങ്കിൽ നമുക്ക് വരാനിരിക്കുന്ന വലിയ തടസ്സങ്ങൾ, വലിയ പ്രയാസങ്ങൾ, വലിയ പ്രതിസന്ധികൾ അള്ളാഹു നീക്കിത്തരും, അതാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന 2ാമത്തെ രൂപം. ഇതൊന്നുമല്ലെങ്കിൽ നമുക്ക് ചോദിച്ചത് കിട്ടിയതുമില്ല, പ്രയാസങ്ങൾ നീങ്ങിയതുമില്ല എങ്കിൽ അതിലേറെ വലിയൊരു പ്രതിഫലത്തിനുള്ള പ്രവർത്തനമായി ആ പ്രാർത്ഥനയെ അള്ളാഹു പരലോകത്തേക്ക്, ഇഹലോകത്ത് അവന് കിട്ടിയില്ലെങ്കിലും അവന് പരലോകത്ത് കിട്ടാനുള്ളതാണ് എന്ന നിലക്ക് മാറ്റിവെക്കും. അപ്പൊ എങ്ങനെയായിരുന്നാലും പ്രാർത്ഥിച്ചാൽ നമുക്ക് എന്തില്ല, നഷ്ടല്ല. അള്ളാഹുവിന്റെ 5 വാഗ്ദാനങ്ങൾ ഇന്ന് ക്ലാസ്സിൽ വിശദീകരിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന 5 വാഗ്ദാനങ്ങളിൽ ഒന്നാമത്തേത്, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുവിൻ, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാം എന്നതാണ്. 40-ാം അധ്യായം 60-ാമത്തെ വചനം. ഇനി 2ാമത്തെ അള്ളാഹുവിന്റെ ഒരു വാഗ്ദാനം, നിങ്ങൾ കിട്ടിയതിന് നന്ദി കാണിക്കുവിൻ, കിട്ടാത്തത് ഞാൻ തരാം. നിങ്ങൾക്ക് ഞാൻ തന്ന അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദി കാണിച്ചാൽ ലഭിക്കാത്ത അനുഗ്രഹങ്ങൾ, ഉള്ളതിൽ വർധനവ് ഞാൻ തരാം. ഇത് അള്ളാഹു നൽകിയൊരു വാഗ്ദാനാണ്. 14-ാം അധ്യായം സൂറത്തു ഇബ്രാഹിമിലെ 7-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഇദ് തഅദ്ദന റബ്ബുക്കും, നിങ്ങളുടെ രക്ഷിതാവ് പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്, വിളംബരം ചെയ്തിട്ടുണ്ട്, ലഇൻ ശക്കർതും, നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ ലഅസീദന്നകും, ഞാൻ നിങ്ങൾക്ക് അധികരിപ്പിച്ചു തരാം. ഒരു പേടിയും വേണ്ട. നമ്മൾ കിട്ടിയതിന് നന്ദി കാണിക്കുന്നുണ്ടോ, കിട്ടാത്തത് കിട്ടും, അള്ളാഹു തരും. ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിആദ്. അപ്പൊ അള്ളാന്റെ ഒരു വാഗ്ദാനം എന്താണ്? പ്രാർത്ഥിച്ചോളിൻ, ഉത്തരം തരാം. 2ാമത്തത് എന്താ? കിട്ടിയതിന് നന്ദി കാണിക്കുവിൻ, കിട്ടാത്തത് അധികരിപ്പിച്ചു തരാം. ഒന്നും വിശദീകരിക്കണില്ല, ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകുക. നമുക്ക് വിശദീകരിക്കേണ്ട കുറെ കാര്യങ്ങൾ ഈ ആയത്തിന്റെ ബാക്കി ഭാഗത്തുള്ള ഉള്ളതുകൊണ്ട്. 3ാമത്തത് എന്താണെന്നറിയോ? നിങ്ങൾ എന്നെ ഓർക്കുവിൻ, ഞാൻ നിങ്ങളെ ഓർക്കാം. സഹോദരങ്ങളെ, അള്ളാഹുവിനെ ഓർക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ, ദിക്റുകൾ ചൊല്ലാൻ, സുബ്ഹാനല്ലാഹ് പറയാൻ, അൽഹംദുലില്ലാ പറയാൻ, രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ ചൊല്ലാൻ നമ്മൾ തയ്യാറാണെങ്കിൽ അള്ളാഹു നമ്മെങ്ങനെ ഓർക്കും?
അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആനിൽ ആ കാര്യം നമുക്ക് പഠിപ്പിച്ചു തന്നു. ഖുർആനിന്റെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 152-ൽ അള്ളാഹു പറയാണ്, ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. ഫദ്കുറൂനി അദ്കുറുക്കും, ആകയാൽ നിങ്ങൾ എന്നെ ഓർക്കുവിൻ, ഞാൻ നിങ്ങളെയും ഓർക്കാം. ഒരു ഹദീസിൽ നമുക്ക് കാണാം, നമ്മൾ ഒറ്റക്ക് അള്ളാഹുവിനെ ഓർക്കുകയാണെങ്കിൽ ഒരു സംഘത്തിൽ അള്ളാഹു നമ്മളെ ഓർക്കും. അവന്റെ മലക്കുകളുടെ, അവന്റെ മുഖറബീങ്ങളായ ആളുകളുടെ ഇടയിൽ വെച്ച്, കണ്ടോ എന്റെ അടിമ ഒഴിഞ്ഞിരുന്ന് എന്നെ ഓർക്കണുണ്ടോ എന്ന് പറയും. നമ്മൾ ഏതെങ്കിലും ഒരു കൂട്ടത്തിലിരിക്കുമ്പോൾ അള്ളാഹുവിനെ ഓർത്താൽ അതിലേറെ നല്ല കൂട്ടത്തിനിടയിൽ അള്ളാഹു നമ്മളെ ഓർക്കും. മനസ്സിലാണ്ടോ പറയുന്നത്? അതുകൊണ്ട് ദിക്ർ ചൊല്ലിയ നഷ്ടമല്ല. നമ്മൾ അള്ളാഹിനെ ഓർക്കാൻ തയ്യാറാണോ, അതിലേറെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, കാനൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദ്കുറു അലാ കുല്ലി അഹ്യാനിഹി, യദ്കുറുല്ലാഹ അലാ കുല്ലി അഹ്യാനിഹി. ഏത് സന്ദർഭത്തിലും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ ഓർക്കുമായിരുന്നു. ഏത് സന്ദർഭത്തിലാണ് ദിക്ർ ഇല്ലാത്തത്? പ്രത്യേകം വിലക്കിയ ചില സന്ദർഭങ്ങളുണ്ട്. ബാത്റൂമിൽ ഇരിക്കുമ്പോ ഇങ്ങനത്തെ ചില സന്ദർഭങ്ങൾ ഒഴിച്ചാൽ പിന്നീട് എല്ലാ സമയത്തും ദിക്റുകളാണ്. അത് തന്നെ ബാത്റൂമിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ബിസ്മില്ലാഹ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്, ബാത്റൂമിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഗുഫ്രാനക്, അല്ലേ? ഇങ്ങനെ മര്യാദകളും പ്രാർത്ഥനകളും ദിക്റുകളും ഇസ്ലാം പഠിപ്പിച്ചു. അപ്പോ അള്ളാഹ് നമുക്ക് മുന്നിൽ നൽകുന്ന, നമുക്കൊരിക്കലും പ്രതീക്ഷ നഷ്ടപ്പെടാതിരിക്കാൻ മാത്രം ഉറപ്പുള്ള അള്ളാഹുവിന്റെ വാഗ്ദാനങ്ങളിൽ 3-മത്തേതാണ് നമ്മൾ പറഞ്ഞത്, നമ്മൾ അള്ളാഹുവിനെ ഓർത്താൽ അള്ളാഹു നമ്മെയും ഓർക്കും. ഇതൊക്കെ പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് പോകണം. എന്ത്? ഇത് ആരെങ്കിലും വെക്കുന്ന കരാറുകളോ വാഗ്ദാനങ്ങളോ അല്ല. ഇത് ഏതെങ്കിലും വ്യക്തികൾ നമ്മളോട് നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ആകും എന്ന് പറയുന്നത് പോലെയല്ല. ഇത് റബ്ബ് നമ്മുടെ മുന്നിൽ വെച്ചിട്ടുള്ള വാഗ്ദാനമാണ്. വിശദീകരിക്കുന്നില്ല. 4-മത്തേത്, ആരെങ്കിലും അള്ളാഹുവിൽ ബരമേൽപ്പിക്കേണ്ട വിധം ബരമേൽപ്പിച്ചാൽ ആ വിഷയത്തിൽ അവന് അള്ളാഹു മതിയാകും. തവക്കുല് നമ്മൾ വെക്കേണ്ട രൂപത്തിലാണ് വെക്കുന്നതെങ്കിൽ, നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ട് അള്ളാഹുവിൽ ബരമേൽപ്പിക്കുകയാണെങ്കിൽ ആ പ്രശ്നം പൂർത്തിയാകാൻ, തീരുമാനമാകാൻ നമ്മുടെ റബ്ബ് മതി നമുക്ക്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, സൂറത്തു ത്വലാഖിലെ 3-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, വമൻ യതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബുഹു. വമൻ യതവക്കൽ അലല്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിൽ ബരമേൽപ്പിക്കുകയാണെങ്കിൽ ഫഹുവ ഹസ്ബുഹു, അവൻ അല്ലാഹ് തന്നെ മതി കേട്ടോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞത് എന്താണ്? ആരെങ്കിലും അള്ളാഹുവിന്റെ മേൽ ബരമേൽപ്പിക്കേണ്ട വിധം ബരമേൽപ്പിക്കുകയാണെങ്കിൽ പക്ഷികൾക്ക് ഉപജീവനം നൽകുന്ന പോലെ നിങ്ങൾ ഉപജീവനം കിട്ടും. കാലിയായ വയറുകളുമായി കൂടുകളിൽ നിന്ന് പുറത്തേക്ക് രാവിലെ പാറിപ്പോകുന്ന പക്ഷികൾ വൈകുന്നേരം കൂടണയുന്നത് നിറവയറുകളോടെയാണ് എന്ന പോലെ നമുക്ക് ഉപജീവനം അള്ളാഹു തരും. എന്തു വേണം? ഹക്ക തവക്കുലിഹി, ബരമേൽപ്പിക്കേണ്ട വിധം ബരമേൽപ്പിക്കണം. നല്ലൊരു കാര്യത്തിനല്ലേ എന്നുള്ള നിലക്ക് ഒട്ടകത്തെ കെട്ടിയിടാതെ നിസ്കരിക്കാനും പ്രവാചകന്റെ കൂടെ ഇരിക്കാനും അല്ലേ എന്ന് വിചാരിച്ച ആളോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? ഒട്ടകത്തെ കെട്ടിയിട്, എന്നിട്ട് അള്ളാഹുവിൽ ബരമേൽപ്പിക്ക്. അപ്പൊ ഞാൻ അള്ളാഹുവിൽ ബരമേൽപ്പിച്ചിട്ടുണ്ട്, എന്റെ ഉപജീവനമൊക്കെ നടക്കും എന്ന നിലക്ക് ഇസ്തിരി ചുളിയാതെ വീട്ടിലിരുന്നാൽ, വിയർപ്പൊഴുക്കാതെ, പുറത്തു പോകാതെ, കച്ചവടം ചെയ്യാതെ, കൃഷി ഇറക്കാതെ, യാത്ര ചെയ്യാതെ, അങ്ങനെ അള്ളാഹു ഉപജീവനം തരൂല. തവക്കുൽ ചെയ്യേണ്ട വിധം തവക്കുൽ ചെയ്യണം. അതിന് സാധാരണ അറബിയിൽ പറയാ തവാക്കുൽ എന്നാണ്. തവക്കുൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുൽ ബരമേൽപ്പിക്കൽ. തവാക്കുൽ എന്ന് പറഞ്ഞാൽ അവനാൻ ഒന്നും ചെയ്യാതെ ഞാൻ അള്ളാഹുൽ ബരമേൽപ്പിച്ചിക്കണമെന്ന് അഭിനയിക്കൽ. അതൊക്കെ പടച്ചോൻ ശരിയാക്കി തരും എന്ന നിലക്ക് വിയർപ്പിന്റെ അസുഖമുള്ളവരായിട്ട് ഇങ്ങനെ വീട്ടിലിരിക്കുക. അവരെ അള്ളാഹു പരിഗണിക്കുകയില്ല. 5-മതായി നമ്മൾ ഇന്ന് അള്ളാഹുവിന്റെ ഒരിക്കലും ലംഘിക്കാത്ത വാഗ്ദാനമായി പറയാൻ ഉദ്ദേശിക്കുന്നത്, ആരെങ്കിലും അള്ളാഹുവിന് കടം കൊടുത്താൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ പണം ചെലവഴിച്ചാൽ അതിനെ ഇരട്ടിയായി നല്ല രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു തരും. വിശുദ്ധ ഖുർആൻ പല സ്ഥലത്ത് ഈ കാര്യം പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അൽ ബഖറയിലെ 245-ൽ പറയുകയാണ്, من ذا الذي يقرض الله قرضا حسنا فيضاعفه له اضعافا كثيرا. സഹോദരങ്ങളെ, ഇതൊന്നും ഒരിക്കലും നമ്മൾ നിരാശ വേണ്ടാത്ത, പ്രതീക്ഷ വറ്റേണ്ടതില്ലാത്ത, എന്തായിരുന്നാലും കിട്ടുന്ന ഉറപ്പുള്ള വാഗ്ദാനാണ്. എന്താ അല്ലാഹ് പറഞ്ഞത്? മൻ ذا الذي يقرض الله قرضا حسنا,
ആരാണ് അള്ളാഹുവിന് നല്ല ഒരു കടം കൊടുക്കാനുള്ളത്? ഫയുളാഇഫഹു, അതല്ലാഹു ഫയുളാഇഫഹു ലഹു, അവനു വേണ്ടി ഇരട്ടിപ്പിക്കുന്നതാണ്. അൽആഫൻ കസീറ, ധാരാളക്കണക്കിന് ഇരട്ടി. അപ്പോ അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ സമ്പത്ത് ചെലവഴിക്കുകയാണെങ്കിൽ അത് പൂർണ്ണ മനസ്സോടെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടാണെങ്കിൽ ആ സംഭാവന, ആ ദാനധർമ്മം അള്ളാഹു സ്വീകരിക്കും. ഒന്നും ഒഴിവാകാതെ അവൻ അതിനെ കണക്ക് വെക്കും, അതിനെ വളർത്തിക്കൊണ്ടുവരും, അഭിവൃദ്ധിപ്പെടുത്തും. എന്നിട്ട് തികഞ്ഞ രൂപത്തിൽ, പൂർണ്ണമായ രൂപത്തിൽ എത്രയോ ഇരട്ടിപ്പിച്ച് ധാരാളക്കണക്കിനാക്കിയിട്ട് നമുക്കത് തിരിച്ചു തരും. അള്ളാഹു കൊടുക്കണ കടം തിരിച്ചു കിട്ടും എന്ന് ഉറപ്പാണ്. ഒരു ഹദീസിൽ കാണാം, മൻ തസദ്ദഖ, ആരെങ്കിലും ദാനം ചെയ്താൽ ബിഅദിലി തംറ, ഒരു ഈത്തപ്പഴത്തിന്റെ അത്ര ആരെങ്കിലും ദാനം ചെയ്താൽ, മിൻ കസ്ബിൻ ത്വയ്യിബ്, നല്ല സമ്പാദ്യത്തിൽ നിന്ന്, ഹലാലായ ത്വയ്യിബായ സമ്പാദ്യത്തിൽ നിന്ന് ആരെങ്കിലും ഒരു ഈത്തപ്പഴത്തോളം ദാനം ചെയ്താൽ, എന്നിട്ട് റസൂലുള്ളാഹി ഇടയിൽ പറഞ്ഞു, വലാ യഖ്ബലുല്ലാഹു ഇല്ല ത്വയ്യിബ്, നല്ലതല്ലാതെ അല്ലാഹു സ്വീകരിക്കൂല. അങ്ങനെ നല്ലതാരെങ്കിലും ദാനം ചെയ്താൽ ഫഇന്നല്ലാഹ യതഖബ്ബലുഹാ ബിയമീനി, അല്ലാഹു അവന്റെ വലതു കൊണ്ട് അതിനെ സ്വീകരിക്കും. സുമ്മ യുറബ്ബിഹാ ലിസ്വാഹിബിഹാ, എന്നിട്ട് അതിന്റെ ഉടമയ്ക്ക് വേണ്ടി അതിനെ വളർത്തിക്കൊണ്ടുവരും. കമാ യുറബ്ബി അഹദുക്കും ഫലുവഹു, കൊടുക്കേണ്ടത് കൊടുത്ത് നോക്കി പോറ്റി വളർത്തുന്നത് പോലെ, ഹത്താ തകൂന മിസ്ലൽ ജബൽ, എന്നിട്ട് അതൊരു പർവ്വത സമാനമാക്കിയിട്ട് നിങ്ങൾക്ക് തിരിച്ചട തരും. അള്ളാഹു നൽകുമാറാകട്ടെ. സുഹൃത്തുക്കളെ, ദാനം ചെയ്ത് നമുക്ക് നിരാശയൊന്നും വേണ്ട, അതൊക്കെ കിട്ടും. ഒരു 100 രൂപ, ഒരു 50 രൂപ, ഒരു 10 രൂപ അള്ളാഹ് ഇഷ്ടപ്പെടുന്ന ഒരു മാർഗത്തിൽ കൊടുക്കുമ്പോൾ എന്റെ 10 പോയി, എന്റെ 50 പോയി, എന്റെ 100 പോയി എന്ന നിരാശ വേണ്ട. മറിച്ച് ആയിരക്കണക്കിനായി, 10,000-കണക്കിനായി, 70,000-കണക്കിനായി, ലക്ഷക്കണക്കിനായിട്ട് അതെന്ത് ചെയ്യും? തിരിച്ചു കിട്ടും. കാരണം അള്ളാഹു വാഗ്ദാനം ലംഘിക്കാത്തവനാണ്. അതാണ് ഇന്നത്തെ 9-ാമത്തെ സൂറത്തുൽ അംബിയായിലെ 9-ാമത്തെ ആയത്തിന്റെ തുടക്കത്തിൽ അള്ളാഹു പറഞ്ഞത്, സ്വദഖ്നാഹുമുൽ വഅദ, അവരോട് വെച്ച കരാർ സത്യസന്ധമായി ഞാൻ അങ്ങോട്ട് പുലർത്തി. ഇവിടെ പറയുന്നത് പ്രവാചകന്മാരെയും പ്രവാചകന്മാരിൽ വിശ്വസിച്ചവരെയും രക്ഷപ്പെടുത്തിയതും പ്രവാചകന്റെ ശത്രുക്കളെയും ധിക്കാരികളെയും നശിപ്പിച്ചതുമാണെങ്കിലും ആ ഒരു കരാറ് മാത്രമല്ല അള്ളാഹു പാലിക്കുക, മറിച്ച് അള്ളാഹ് നമ്മളോട് വെച്ച എല്ലാ കരാറുകളും അവൻ പാലിക്കും. അപ്പോ ഈ 5 കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ധാരാളമുണ്ട്, ചുരുക്കി സൂചിപ്പിച്ചു എന്ന് മാത്രം. അള്ളാഹു ആ നിലക്ക് അതിനെ പരിഗണിക്കാൻ നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കാര്യം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇപ്പൊ നോക്കൂ, നിങ്ങൾ ഇങ്ങനെ കടം കൊടുത്താൽ കിട്ടുന്നതിനെ കുറിച്ച് ഇതേ രൂപത്തിൽ ആയത്ത് ഖുർആനിന്റെ 57-ാം അധ്യായം സൂറത്തുൽ ഹദീദിലെ 11-ൽ കാണാം. മൻ ദല്ലദീ യുഖ്രിദുല്ലാഹ ഖർളൻ ഹസന ഫയുളാഇഫു ലഹു വലഹു അജ്റുൻ കരീം. അത്തരക്കാർക്ക് മാന്യമായ പ്രതിഫലമായിരിക്കും അല്ലാഹു കൊടുക്കുക. നേരത്തെ പറഞ്ഞതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസത്തോടു കൂടി വലഹു അജ്റുൻ കരീം എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹു കരാർ പാലിക്കുന്നവനാണ്, വാഗ്ദാനം ലംഘിക്കാത്തവനാണ് എന്നതോടൊപ്പം നമ്മളോട് വാഗ്ദാനം ലംഘിക്കരുതേ എന്നും അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. കരാറുകൾ ലംഘിക്കരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ വിശുദ്ധ ഖുർആനിൽ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതാണ് യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞു തുടങ്ങുന്ന സൂറത്തുകളുണ്ട്. ആ കൂട്ടത്തിൽ നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആനിലെ 5-ാം അധ്യായം ഏതാ? സൂറത്തുൽ മാഇദ. 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 1-ാമത്തെ ആയത്ത്, ആദ്യത്തെ ആയത്ത്. ആ സൂറത്ത് ആരംഭിക്കുന്നത് എങ്ങനെയാണ്? യാ അയ്യുഹല്ലദീന ആമനു ഔഫൂ ബിൽ ഉഖൂദ്. യാ അയ്യുഹല്ലദീന ആമനു, ഒരു വലിയ അധ്യായം ആരംഭിക്കുകയാണ്. സത്യവിശ്വാസികളെ, ഔഫൂ ബിൽ ഉഖൂദ്, നിങ്ങൾ കരാറുകൾ പൂർത്തീകരിക്കണേ, വാക്കുപാലിക്കണേ, വാഗ്ദാനങ്ങൾ ലംഘിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖുർആനിലെ ഒരു സൂറത്ത് ആരംഭിച്ചിട്ടുള്ളത് തന്നെ. ഖുർആനിലെ 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രായിലെ 34-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഔഫൂ ബിൽ അഹ്ദ്, നിങ്ങൾ വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കണേ, ഇന്നൽ അഹ്ദ കാന മസ്ഊലാ, തീർച്ചയായും കരാറിനെ പറ്റി ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. എല്ലാം ചോദിക്കും അല്ലാഹു, കരാറിനെ പറ്റി പ്രത്യേകം ചോദിക്കും. പല വാക്കുകളും കൊടുത്തിരുന്നല്ലോ, എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് നീ വെച്ചിരുന്നത്, എന്നിട്ട് എന്തേ പാലിക്കാതിരുന്നത് എന്ന് നാളെ റബ്ബിന്റെ മുന്നിൽ പ്രത്യേകം ചോദിക്കപ്പെടുമെന്നാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രാഇന്റെ 34-ാമത്തെ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്.
സ്വർഗം ഉറപ്പിക്കാനുള്ള 6 കാര്യങ്ങൾ എണ്ണി പറഞ്ഞപ്പോ അതിലൊന്നെന്താണെന്നറിയോ? കരാറ് പാലിക്കുക. അള്ളാഹു 6ഉം സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. സ്വർഗം ഉറപ്പിക്കാവുന്ന 6 കാര്യങ്ങളാണ്. റസൂലുള്ളാഹി പറയാണ്, ഇൽമനൂലി സിത്തം മിൻ അൻഫുസികും അൽമനിലകുമുൽ ജന്ന. ഇൽമനൂലി സിത്തം മിൻ അൻഫുസികും, നിങ്ങൾ 6 കാര്യങ്ങൾ സ്വയം പൂർത്തിയാക്കുമെന്ന് എന്ന വിഷയത്തിൽ എനിക്ക് ജാമ്യം തരൂ. അൽമൻ ലകുമുൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന വിഷയത്തിൽ ഞാനും ജാമ്യം നിൽക്കാം, ഞാനും ഉറപ്പ് തരാം. ഉസ്ദുഖു ഇദാ ഹദ്ദസ്തും, സംസാരിക്കുമ്പോൾ സത്യം പറയണം. വഔഫു ഇദാ വഅദ്തും, കരാറുകൾ വെച്ചാൽ പാലിക്കണം. വഅദ്ദു ഇദാ ഉതുമിൻതും, വിശ്വസിച്ചേൽപ്പിച്ചത് കൃത്യമായി നിർവഹിക്കണം. വഹ്ഫളു ഫുറൂജക്കും, ജനനേന്ദ്രിയങ്ങളെ സൂക്ഷിക്കണം. വഗുല്ലു അബ്സ്വാറക്കും, കണ്ണുകളെ താഴ്ത്തണം. വകുഫു ഐദിയക്കും, കൈകളെ നിയന്ത്രിക്കണം. എന്താ പറഞ്ഞത്? 6 കാര്യങ്ങൾ പറഞ്ഞു. 1, സത്യം പറയണം. രണ്ടാമത്തേതാണ് നമ്മളെ വിഷയം. വഔഫു ഇദാ വഅദ്തും, കരാറുകൾ വെച്ചാൽ പിന്നെ അത് പൂർത്തിയാക്കണം. വഅദ്ദു ഇദാ തുമിൻതും, നിങ്ങളെ വിശ്വസിക്കേൽപ്പിക്കപ്പെട്ട കാര്യം ഉണ്ടാകും, അമാനത്തുകൾ, അത് നിങ്ങൾ പൂർത്തിയാക്കണം, കൃത്യമായി നിർവഹിക്കണം. ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കണം. വഹ്ഫളു ഫുറൂജക്കും, നിങ്ങളുടെ ജനനേന്ദ്രിയങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം, തെറ്റിലേക്ക് പോകാതിരിക്കണം. വഗുല്ലു അബ്സ്വാറക്കും, കണ്ണുകളെ നിങ്ങൾ താഴ്ത്തി വെക്കണം, ഹറാമുകൾ കാണാതിരിക്കണം. വകുഫു ഐദിയക്കും, കൈകളെ നിങ്ങൾ അടക്കി വെക്കണം, കൈകൊണ്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കണം. എന്നീ 6 കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, കരാറ് പാലിക്കുന്നില്ല എങ്കിൽ അതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്ന അപകടങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഖുർആൻ പറയാണ് കരാറ് ലംഘിക്കുന്നവരെ സംബന്ധിച്ച്, അല്ലദീന യൻഖുലൂന അഹ്ദല്ലാഹി മിൻ ബഅദി മീസാഖിഹി വയഖതഊന മാ അമറല്ലാഹു ബിഹി അൻ യൂസൽ വയുഫ്സിദൂന ഫിൽ അർള് ഉലൈക ഹുമുൽ ഖാസിറൂൻ. ഒരു നഷ്ടക്കാരാണ് ആര്? കരാറ് പാലിക്കാത്തവർ, വാഗ്ദാനങ്ങൾ ലംഘിക്കുന്നവർ. അല്ലദീന യൻഖുലൂന അഹ്ദല്ലാഹി മിൻ ബഅദി മീസാഖിഹി, ഉറപ്പുള്ള കരാറുകൾ ഏറ്റെടുത്തിട്ട് അത് നിർവഹിക്കാത്ത ആളുകൾ. വയഖതഊന മാ അമറല്ലാഹു ബിഹി അൻ യൂസൽ, ചേർക്കാൻ പറഞ്ഞ ബന്ധങ്ങൾ വിച്ഛേദിക്കുന്നവർ. കുടുംബ ബന്ധങ്ങളും എല്ലാ ബന്ധങ്ങളും അതിൽ ഉൾപ്പെടും, അയൽപക്ക ബന്ധങ്ങളും എല്ലാം പെടും, സുഹൃത്ത് ബന്ധങ്ങളൊക്കെ. ചേർക്കാൻ പറഞ്ഞ ബന്ധങ്ങൾ മുറിക്കുന്നവർ. വയുഫ്സിദൂന ഫിൽ അർള്, ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവർ. ഉലൈക ഹുമുൽ ഖാസിറൂൻ. സൂറത്തുൽ ബഖറയിലെ 27-ാമത്തെ ആയത്താണ്. കരാറ് പാലിക്കാത്ത ആളുകൾക്കാണ് ശാപമെന്നും ചീത്ത ഭവനമായ നരകമെന്നും അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു പറയാണ് സൂറത്തുർ റഅദിലെ 13-ാം അധ്യായത്തിലെ 25-ാമത്തെ ആയത്തിൽ പറഞ്ഞു, വല്ലദീന യൻഖുലൂന അഹ്ദല്ലാഹി മിൻ ബഅദി മീസാഖിഹി വയഖതഊന മാ അമറല്ലാഹു ബിഹി അൻ യൂസല വയുഫ്സിദൂന ഫിൽ അർള് ഉലൈക ലഹുമുൽ ലഅന വലഹും സൂഉദ്ദാർ. നേരത്തെ പറഞ്ഞ അതേ വാചകങ്ങൾ പറഞ്ഞിട്ട് പറയാണ്, ഉലൈക ലഹുമുൽ ലഅന, അക്കൂട്ടരുടെ മേലാകുന്നു ശാപമുള്ളത്. വലഹും സൂഉദ്ദാർ, അവർക്കാണ് ചീത്ത ഭവനമുള്ളത് അഥവാ നരകമുള്ളത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് അള്ളാഹു കരാർ പാലിക്കുന്നവനാണ് എന്ന് പറയുമ്പോൾ വിശ്വാസികളായ നമ്മളും കരാർ പാലിക്കുന്നവരാകണം എന്ന ഒരു കൽപ്പന കൂടി അതിലുണ്ട്. ഇപ്പൊ പ്രവാചകന്മാരെ കുറിച്ച് പറയുന്നത് അവർ കരാറുകൾ പാലിക്കുന്നവരായിരുന്നു. ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആരുടെ മകനാ? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ 2 മക്കളിൽ ഒരാളാണ് ഇസ്മായിൽ അലൈഹിസ്സലാം. അദ്ദേഹത്തിന്റെ പ്രത്യേകതയായിട്ട് അല്ലാഹ് പറയാണ്, വദ്കുർ ഫിൽ കിതാബി ഇസ്മായിൽ. ഇസ്മായിൽ നബിയെ നിങ്ങൾ പ്രത്യേകം ഒന്ന് ഓർക്കണം. ഇന്നഹു കാന സ്വാദിഖൽ വഅദ്, ഇന്നഹു കാന സ്വാദിഖൽ വഅദ്, അദ്ദേഹം വാഗ്ദാനം പാലിക്കുന്നവനായിരുന്നു. ഇസ്മായിൽ നബിയെ നിങ്ങളൊന്ന് ഓർക്കണേ. കാരണം എന്താണെന്നോ? ഇന്നഹു കാന സ്വാദിഖൽ വഅദി, അല്ലാഹ് പ്രത്യേകം എടുത്തു പറയാ, അദ്ദേഹം വാഗ്ദാനം പാലിക്കുന്ന വ്യക്തിയായിരുന്നു. വകാന റസൂലൻ നബിയ, അദ്ദേഹം ദൂതനും പ്രവാചകനുമായിരുന്നു എന്ന് സൂറത്തു മറിയമിലെ 54-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മാത്രവുമല്ല, ഈ കരാറ് പാലിക്കാത്ത ആളുകൾ അതാരാ? ആരുടെ സ്വഭാവ കരാറ് ലംഘിക്കല്? മുനാഫിക്കീങ്ങളെ സ്വഭാവമാണ് അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുനാഫിക്കീങ്ങളുടെ ചില പ്രത്യേക ഗുണങ്ങൾ, അവരുടെ പ്രത്യേക ഗുണങ്ങളല്ല അല്ലെ, അവരുടെ ലക്ഷണങ്ങൾ എടുത്തു പറഞ്ഞു. എന്താ? ആയത്തിൽ മുനാഫിഖി സലാസുൻ, ചില ഹദീസിൽ 4 ഉണ്ട്.
മൂന്നെണ്ണം പറയുന്ന ഹദീസിൽ കാണാം ഇദാ ഹദ്ദസ കദബ, സംസാരിക്കുമ്പോ കളവ് പറയും. വൈദാ വഅദ അഖ്ലഫ, കരാറുകൾ വെച്ചാൽ ലംഘിക്കും. വൈദ ഊതുമിന ഖാന, വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ടാൽ വഞ്ചന നടത്തും. ചില ഹദീസിൽ കാണാം വൈദാ ഖാസമ ഫജറ, തമ്മിൽ തെറ്റിയാൽ തെറി പറയും. അതുവരെ നല്ല സുഹൃത്തുക്കളായിരിക്കും, ജ്യേഷ്ഠനും അനുജനായിരിക്കും, അയൽവാസികൾ തമ്മിൽ നല്ല ബന്ധമായിരിക്കും, അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ നല്ല ബന്ധമായിരിക്കും. പക്ഷെ എന്തെങ്കിലും ഒരു പിണക്കം വന്നാൽ വൈദാ ഖാസമ ഫജറ, പിന്നെ വരുന്ന വാക്കുകൾക്ക് ഡിക്ഷണറി തപ്പിയാൽ കാണാത്ത വാക്കുകളായിരിക്കും. ഇത് മുനാഫിക്കിന്റെ സ്വഭാവമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറയാണ്. അപ്പൊ ആ കൂട്ടത്തിൽ എന്തുണ്ട്? നമ്മുടെ വിഷയമുണ്ട്. കരാറ് ലംഘിക്കൽ കപട വിശ്വാസിയുടെ ലക്ഷണമാണ്. ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുമ്പോ ശത്രുവിനോട് പോലുമുള്ള കരാറുകൾ പാലിക്കണം എന്നതിന് 2 ഉദാഹരണങ്ങൾ പറയാം. എന്നിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ആയത്തിന്റെ ബാക്കിയിലേക്ക് പോകാം. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഒരു ഹദീസ്, ഒരു പ്രത്യേക സന്ദർഭത്തിൽ സ്വഹാബികൾ പറഞ്ഞ ഒരു ഹദീസ്. ഇമാം അബൂ ദാവൂദ് അദ്ദേഹത്തിന്റെ സുനനിൽ 2759 നമ്പറായി ഉദ്ധരിച്ച ഹദീസാണ്. സുനനു അബീ ദാവൂദിലെ 2759 നമ്പർ ഹദീസിൽ കാണാം കാന ബൈന മുആവിയത വ ബൈന റൂമി അഹ്ദുൻ, മുആവിയ റളിയല്ലാഹുവിന്റെയും റോമക്കാരുടെയും ഇടയിൽ ഒരു കരാർ ഉണ്ടായിരുന്നു. ഇനി ഇത്ര ദിവസം നമുക്ക് യുദ്ധമൊന്നും വേണ്ട, ശത്രുക്കളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിയായ മുആവിയ റളിയല്ലാഹുവിന്റെ കീഴിലുള്ള സൈന്യവും തമ്മിൽ ഇനി കുറച്ചു കാലം യുദ്ധം വേണ്ട എന്ന നിലയ്ക്കൊരു കരാറിൽ അവർ ഒപ്പിട്ടിരുന്നു. പക്ഷേ ആ കരാർ എന്നാണോ പൂർത്തിയാകുക, അതിന്റെ തൊട്ടു മുന്നേ മുആവിയ റളിയല്ലാഹു നല്ലൊരു സൈന്യത്തെയൊക്കെ തയ്യാറാക്കിയിട്ട് നാളെ കരാറ് അവസാനിക്കുമ്പോൾ നമുക്ക് അടിച്ചു കയറിയാണ് യുദ്ധം ചെയ്യാം. കാരണം അവര് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല കരാറ് കഴിഞ്ഞിട്ടുണ്ടാകും എന്ന നിലക്ക് നല്ലൊരു സംഘത്തെയൊക്കെ തയ്യാറാക്കി ഇങ്ങനെ പോകുമ്പോ അതാ വരുന്നു ഫജാ റജുലുൻ അലാ ഫറസ്, ഒരു കുതിരപ്പുറത്ത് ഒരാൾ ഇങ്ങനെ വരുന്നുണ്ട്. വഹുവ യഖൂൽ, അദ്ദേഹം ഇങ്ങനെ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വഫാഉൽ ലാ ഖദർ. അല്ലാഹു അക്ബർ എന്ന് 2 തവണ വിളിച്ചു പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ് വഫാഉൽ ലാ ഖദർ, കരാർ അത് പാലിക്കാനുള്ളതാണ്, വഞ്ചിക്കാനുള്ളതല്ല. നമ്മൾ വെച്ച കരാർ ഓർക്കണം, കരാർ ലംഘിക്കാൻ പാടില്ല. ഫനളറു, എല്ലാവരും കുതിരപ്പുറത്ത് വിളിച്ചു പറയുന്ന ആ വ്യക്തിയിലേക്ക് ഇങ്ങനെ നോക്കുമ്പോണ്ട് ഫഇദാ അംർ ഇബ്നു അബസ റളിയല്ലാഹു അൻഹു ആയിരുന്നു അത്. ഫഅർസല ഇലൈഹി മുആവിയ ഫസഅലഹു, എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു മുആവിയ റളിയല്ലാഹു അൻഹു ഒരാളെ അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് അംർ ഇബ്നു അബസയുടെ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കിലേക്ക് പറഞ്ഞയച്ചു. ഫഖാല, അപ്പൊ അദ്ദേഹം പറഞ്ഞു സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മൻ കാന ബൈനഹു വ ബൈന ഖൗമിൻ അഹ്ദ്, ഒരാൾക്കും ഒരു വിഭാഗത്തിനും ഇടയിൽ എന്തെങ്കിലും വല്ല കരാറുകളും ഉണ്ടെങ്കിൽ ഫലാ യശുദ്ദ ഉഖ്ദതൻ വലാ യഹുല്ലഹാ ഹത്താ യൻഖളിയ അമദുഹാ, അതിന്റെ അവധി പൂർണ്ണമായും തീരുന്നതുവരെ അതിലൊരു നീക്കുപോക്കും വരുത്താൻ പാടില്ല. ഔ യംബിദ ഇലൈഹിം അലാ സവാ, അല്ലെങ്കിൽ ഇരു കൂട്ടരും പരസ്പരം അറിഞ്ഞുകൊണ്ടല്ലാതെ. ഇത് ഞങ്ങൾക്ക് പാലിക്കാൻ കഴിയൂല, ഈ വാഗ്ദാനോട്ട് ഈ കരാർ ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂല, നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഇത് പാലിക്കാതെ വരികയെന്ന് അവരോട് പറഞ്ഞ് അതിനവരറിഞ്ഞ്, അല്ലെങ്കിൽ അവരെന്നാ ഞങ്ങളും പാലിക്കണില്ല എന്ന് ഇങ്ങോട്ട് പറഞ്ഞ് പരസ്പരം അറിയുകയോ അല്ലെങ്കിൽ അതിന്റെ സമയം പൂർണ്ണമായും തീരുകയോ ചെയ്യാതെ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫറജഅ മുആവിയ, മുആവിയ റളിയല്ലാഹു അൻഹു ഉടൻ തന്നെ മടങ്ങിപ്പോയി, തിരിച്ചുപോയി. ആരോടെ വെച്ചുകണേ? ശത്രുക്കളോടാണ്. ശത്രുക്കളോട് വെച്ച കരാറാണെങ്കിലും കരാർ പാലിക്കാനുള്ളതാണ്, ലംഘിക്കാനുള്ളതല്ല. സുഹൃത്തുക്കളെ, മറ്റൊരു സംഭവം നോക്കി നിങ്ങൾ. ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സ്വഹീഹുൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ 1787 നമ്പറായി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞു വന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെയും അവരിൽ വിശ്വസിച്ചവരെയും രക്ഷപ്പെടുത്തുകയും പ്രവാചകന്മാരെ ധിക്കരിക്കുകയും നിഷേധിക്കുകയും ചെയ്തവരെ നശിപ്പിക്കുകയും ചെയ്തു എന്നും അത് അവരോടുള്ള ഒരു വാഗ്ദാനമായിരുന്നു എന്നും ആ വാഗ്ദാനത്തിൽ അള്ളാഹു സത്യസന്ധത പാലിച്ചു എന്നും പറയുന്ന 21-ാം അധ്യായം സൂറത്തുൽ അംബിയായിലെ 9-ാമത്തെ ആയത്താണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സുമ്മ സദഖനാഹുമുൽ വഅദ,
അനന്തരം അവരോടുള്ള വാഗ്ദാനത്തിൽ നാം സത്യസന്ധത പാലിച്ചു എന്ന ഭാഗം വിശദീകരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ചില പ്രത്യേക വാഗ്ദാനങ്ങൾ, പ്രധാനപ്പെട്ട 5 വാഗ്ദാനങ്ങൾ നമ്മൾ പറയുകയുണ്ടായി. ആ 5 വാഗ്ദാനങ്ങൾ അള്ളാഹു പാലിക്കും. ആ നിബന്ധനകൾ നമ്മൾ പാലിക്കുകയാണെങ്കിൽ. പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടും, നന്ദി കാണിച്ചാൽ അധികരിപ്പിച്ചു തരും, ഓർത്താൽ നമ്മെയും ഓർക്കും, ഭരമേൽപ്പിച്ചാൽ അവൻ അള്ളാഹു മതിയാകും, കടം കൊടുത്താൽ അതിലേറെ നല്ല നിലക്ക് തിരിച്ചു കിട്ടും. ഒരു ഷർത്തുണ്ട് അവിടെ, അല്ലെ? ആൽ എന്ന് പറഞ്ഞില്ലേ നമ്മൾ അത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാകും. അള്ളാഹു കരാർ പാലിക്കുന്നവനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ വിശ്വാസികൾ കരാർ പാലിക്കേണ്ടവരാണ് എന്നതിന് ചില സംഭവങ്ങൾ നമ്മൾ പറഞ്ഞു. പാലിച്ചില്ലെങ്കിൽ വരാൻ പോകുന്ന അപകടങ്ങൾ, അവർ നഷ്ടക്കാരാണെന്നും അവരുടെ മേൽ ശാപമുണ്ട് എന്നും അവർക്ക് ചീത്ത താവളമായ നരകമാണ് എന്നും അത് കപടവിശ്വാസിയുടെ ലക്ഷണമാണ് എന്നും ഒക്കെ നമ്മൾ സൂചിപ്പിച്ചു. സഹോദരങ്ങളെ, അത് ശത്രുക്കളോട് പോലുമുള്ള കരാറ് പാലിക്കണം എന്നതിനുള്ള ഒരു ഉദാഹരണം നമ്മൾ മനസ്സിലാക്കി. രണ്ടാമത്തെ ഒരു ഉദാഹരണമാണ് പറഞ്ഞു വന്നത്. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മാ മനഅനി അൻ അഷ്ഹദ ബദ്റൻ ഇല്ലാ അന്നി ഖറജതു അന വ അബി ഹുസൈൽ. ഞാനും എൻ്റെ ഉപ്പ ഹുസൈലും റളിയല്ലാഹു അൻഹുമാ. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാനും എൻ്റെ ഉപ്പ ഹുസൈലും ബദ്റിൽ പങ്കെടുക്കാതിരിക്കാനുണ്ടായ ഒരു തടസ്സമുണ്ട്, ഒരു കാരണമുണ്ട്. ഖാല, അദ്ദേഹം പറയാണ്, ഞങ്ങള് മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് ബദ്റിൽ വെച്ച് ശത്രുക്കൾക്ക് നേരെ യുദ്ധം ചെയ്യാൻ പ്രവാചകന്റെ കൂടെ കൂടണമെന്ന ആഗ്രഹത്തോടെ പുറപ്പെടുമ്പോ ഫഹദനാ കുഫാർ ഖുറൈശ്, ഖുറൈശി കുഫാറുകള് ഞങ്ങളെ പിടിച്ചു വെച്ചു. ഖാലു, അവർ പറഞ്ഞു, ഇന്നക്കും തുരീദൂന മുഹമ്മദ, മുഹമ്മദിന്റെ അടുക്കിലേക്ക് പോവുകയാണോ? ഫഖുൽന, അപ്പൊ ഞങ്ങൾ പറഞ്ഞു, മാ നുരീദുഹു, പ്രവാചകനെ അല്ല ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്, മാ നുരീദു ഇല്ലൽ മദീന, ഞങ്ങൾക്ക് മദീനയല്ലാതെ ലക്ഷ്യമൊന്നുമില്ല, ഞങ്ങൾ മദീനയ്ക്ക് പോവുകയാണ്. ഫഅഖദു മിന്നാ അഹദല്ലാഹി വമീസാഖഹു ലനൻസിരിഫന്ന ഇലൽ മദീന വലാ നുഖാതിലു മഅഹു. അപ്പോൾ അല്ലാഹുവിന്റെ പേരിൽ അവർ ഞങ്ങളിൽ നിന്ന് ഒരു കരാർ വാങ്ങി, നിങ്ങൾ മദീനയിലേക്ക് പോയിക്കോ, പ്രവാചകന്റെ കൂടെ കൂടി ഞങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യരുത്. അങ്ങനെ ഞങ്ങൾ കരാറിൽ ഒപ്പുവെച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. ഫഅതൈനാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ ഞങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ചെന്നു. ഫഅഖ്ബർനൽ ഖബർ, കാര്യം ഞങ്ങൾ അറിയിച്ചു. ഞങ്ങൾ ഇങ്ങനെ ഒരു കരാറ് വെച്ചിട്ടാ പോകുന്നത്, ബദറാണ്, വെറും 300 ചില്ലാനോ ആളുകളെ ഉള്ളൂ, എത്ര ആളെ കിട്ടിയാലും ആവശ്യമുണ്ട്, ആദ്യമായിട്ടാണ് ഇങ്ങനെ വലിയൊരു യുദ്ധത്തിന് മുസ്ലിമീങ്ങൾ തയ്യാറാകുന്നത്, ആരെ കിട്ടിയാലും ആവശ്യമാണ്, പക്ഷേ ഇങ്ങനൊരു കരാറ് യുദ്ധത്തിൽ ഏർപ്പെടൂല എന്ന ഒരു വാക്ക് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഫഖാല, അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻസരിഫാ, രണ്ടാളും പിരിഞ്ഞു പോയിക്കോളി. ഇൻസരിഫ് ഇൻസരിഫാ, രണ്ടാളും പിരിഞ്ഞു പോയിക്കോളി. നഫീലഹും ബിഅഹദിഹിം, അവരോട് വെച്ച കരാറുകൾ നമുക്ക് പൂർത്തിയാക്കാം, അവരോട് വെച്ച കരാർ നമുക്ക് പാലിക്കാം. വനസ്തഈനുല്ലാഹ അലൈഹിം, അവർക്കെതിരായി നമുക്ക് അല്ലാഹുവിനോട് സഹായം തേടാം. നിങ്ങൾ രണ്ടാളും പ്രാർത്ഥിച്ചോളി, ഞങ്ങൾ പോയി യുദ്ധം ചെയ്യാന്നർത്ഥം. നിങ്ങൾക്ക് പോരാൻ പറ്റൂല, നിങ്ങൾ പോരൂല എന്ന് വാക്ക് കൊടുത്തിട്ടുണ്ട്. സുഹൃത്തുക്കളെ, നോക്കൂ നിങ്ങൾ, യുദ്ധത്തിന് പോവുക എന്ന ഒരു കരാറ് പോലും, പോകൂല എന്നൊരു കരാറ് പോലും അവര് പാലിക്കാണ്. ഇമാം മുസ്ലിം 1787 നമ്പറായി ഉദ്ധരിക്കുന്ന ഈ ഹദീസ് കിതാബുൽ ജിഹാദിലാണ്. കിതാബുൽ ജിഹാദില് ബാബുൽ വഫായിലാണ്. കരാറ് പാലിക്കണം, യുദ്ധം എന്ന വലിയ അധ്യായത്തിന്റെ സബ് ഹെഡിങ് എന്താണ്? കരാറ് പാലിക്കണം എന്ന അധ്യായത്തിലാണ് അദ്ദേഹം ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ് എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. ആയത്തിന്റെ അടുത്ത ഭാഗത്തേക്ക് നമ്മൾ പോകുകയാണ്. നോക്കുക, ഫഅൻജൈനാഹും വമൻ നശാ, ഫഅൻജൈനാഹും, അങ്ങനെ നാം അവരെ രക്ഷപ്പെടുത്തി. വമൻ നശാ, നാം ഉദ്ദേശിക്കുന്നവരെയും. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ ആയത്ത് കൊണ്ട്, ഈ ഭാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രവാചകന്മാരെയും അവരിൽ വിശ്വസിച്ചവരെയും നാം രക്ഷപ്പെടുത്തി എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം മുഫസ്സിറുകൾ ഈ ഭാഗം വിശദീകരിക്കുമ്പോൾ പറഞ്ഞു, സുമ്മ ഹഖഖ്നാ ലിറുസുലിനാ മാ വഅദ്നാഹും ബിഹി ഹൈസു അൻഖദ്നാഹും വഅൻഖദ്നാ മൻ നശാഉ മിനൽ മുഅ്മിനീന മിനൽ ഹലാക്കി. നാശത്തിൽ നിന്ന്, മുഅ്മിനീങ്ങളിൽ നിന്ന് നാം ഉദ്ദേശിച്ചവരെ, അതേപോലെ തന്നെ പ്രവാചകന്മാരെ ഒക്കെ നാം രക്ഷപ്പെടുത്തി എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം.
ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ ഇന്ന് നമ്മൾ വിശദീകരിക്കുന്ന ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയാണ്, അതായത് അല്ലദീ വഅദഹും റബ്ബുഹും, അവരുടെ റബ്ബ് അവരോട് ചെയ്തൊരു വാഗ്ദാനം ഉണ്ടായിരുന്നു, ലയുഹ്ലിക്കന്നൽ ളാലിമീൻ, ളാലിമീങ്ങളെ നാം നശിപ്പിക്കും, അല്ലാത്തവരെ ഞാൻ രക്ഷപ്പെടുത്തും. സദഖഹുമുല്ലാഹു വഅദഹു, ആ വാഗ്ദാനം അള്ളാഹു അങ്ങ് പാലിച്ചു. ഫഫഅല ദാലിക, അത് പ്രാവർത്തികമാക്കി. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തത് എന്ന് ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ പറയുകയാണ്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആത്യന്തികമായ സഹായവും രക്ഷയും സത്യത്തിനായിരിക്കും. ഇപ്പൊ പ്രവാചകന്മാർക്ക് താൽക്കാലികമായ പ്രയാസങ്ങളും പരീക്ഷണങ്ങളും പരാജയങ്ങളും ഒക്കെ വരുമെങ്കിലും ആത്യന്തികമായ വിജയവും രക്ഷയും ലഭിക്കുക അവർക്ക് തന്നെയായിരിക്കും എന്നാണ് ഈ ആയത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഞാൻ ധാരാളം ഉദാഹരണങ്ങളുണ്ട്, ഒന്ന് മാത്രം പറയാം. യൂനുസ് നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിന് വലിയൊരു പരീക്ഷണമാണ് ഉണ്ടായത് അല്ലെ. ആദ്യ സന്ദർഭത്തിൽ അദ്ദേഹത്തിൽ ഒരു പ്രവാചകൻ എന്ന നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശം വരും മുമ്പ് അവിടെ നിന്ന് പോകാൻ തീരുമാനിച്ച് പോയ അദ്ദേഹത്തെ കപ്പലിൽ നിന്ന് പുറത്തേക്കിടുക വഴി വലിയ മത്സ്യം വിഴുങ്ങുകയും വയറിൽ വെച്ച് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തതിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇതേ സൂറത്തിലാണ്, വിശദമായി അവിടെ നമുക്ക് പറയാം. സൂറത്തുൽ അംബിയായിലാണ് ആയത്ത്. وذنون إذ ذهب مغاضبا فظن أن لن نقدر عليه فنادى في الظلمات أن لا إله إلا أنت سبحانك إني كنت من الظالمين فاستجبنا له ونجيناه من الغم وكذلك ننجي المؤمنين. അദ്ദേഹം ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്നൊക്കെ പ്രാർത്ഥിച്ചു. നാം അദ്ദേഹത്തെ ആ വിഷമത്തിൽ നിന്ന് പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകി രക്ഷപ്പെടുത്തി. വകദാലിക നുൻജിൽ മുഅ്മിനീൻ, അപ്രകാരം മുഅ്മിനീങ്ങളെയും ഞാൻ രക്ഷപ്പെടുത്തും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. സൂറത്ത് യൂനുസിൽ, യൂനുസ് നബിയുടെ പേരിലുള്ള അധ്യായത്തിൽ 103-ാമത്തെ ആയത്തിൽ ഈ കാര്യം അല്ലാഹു ഒന്നുകൂടി പറഞ്ഞു. ഇത് പ്രവാചകന്മാർക്ക് മാത്രമല്ല കൂടുള്ളവരെയും വിശ്വാസികളെയും രക്ഷപ്പെടുത്തും എന്ന് പറഞ്ഞു. അത് നമ്മളൊരു വാക്കാണ്, അത് നമ്മൾ സ്വീകരിക്കും. മുഅ്മിനീങ്ങളെയും നാം രക്ഷപ്പെടുത്തും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അപ്പോ അള്ളാഹു വെച്ചൊരു കരാറ് അത് അള്ളാഹ് പാലിച്ചു എന്നതിനുള്ള ഒരു തെളിവാണ് ഇത്. പ്രവാചകന്മാരെയും വിശ്വസിച്ചവരെയും രക്ഷപ്പെടുത്തി, അല്ലാത്തവരെ നശിപ്പിച്ചു കളഞ്ഞു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ചരിത്രം അതാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഹൂദ് നബിയുടെ ചരിത്രം, അതൊക്കെ ഇൻഷാ അല്ലാഹ് വരുന്ന ആയത്തുകളിൽ നശിപ്പിച്ചതിനെ കുറിച്ച് മാത്രമാണ് ഇനി 2-3 ആയത്ത്. വ്യത്യസ്ത രൂപത്തിൽ അള്ളാഹു ഭൂമിയിൽ നിന്ന് ഉന്മൂലനാശം വരുത്തിയ, തുടച്ചു നീക്കിയ ജനവിഭാഗങ്ങളെ സംബന്ധിച്ചാണ് 10 മുതലുള്ള ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നത്. അത് അവിടെ വെച്ച് കൂടുതൽ നമുക്ക് വിശദീകരിക്കാം. ആയത്തിലേക്ക് ഒന്നുകൂടി നോക്കുക. ഫഅൻജൈനാഹും, അവരെ നാം രക്ഷപ്പെടുത്തി. ഫഅൻജൈനാഹും, അങ്ങനെ അവരെ നാം രക്ഷപ്പെടുത്തി. വമൻ നശാ, നാം ഉദ്ദേശിക്കുന്നവരെയും. ഇവിടെ വാക്ക് അഞ്ചാന്ന, നജ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ടു. നജ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ടു. അഞ്ച എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുത്തി. മനസ്സിലുണ്ടോ പറയണേ? നമ്മൾ പലപ്പോഴും ഈ വാക്ക്, ഇതുപോലുള്ള വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. ലഹിക്ക ചിരിച്ചു, അൽഹക്ക ചിരിപ്പിച്ചു, ബക കരഞ്ഞു, അബ്ക കരയിപ്പിച്ചു. മനസ്സിലായില്ലേ? ജലസ ഇരുന്നു, അജിലസ ഇരുത്തി, ഖാമ നിന്നു, അഖാമ നിർത്തി, നജ രക്ഷപ്പെട്ടു, അഞ്ച രക്ഷപ്പെടുത്തി, അഞ്ചൈന നാം രക്ഷപ്പെടുത്തി. ഫ അങ്ങനെ അഞ്ചൈന നാം രക്ഷപ്പെടുത്തി. ഹും അവരെയും, വമൻ നശാ നാം ഉദ്ദേശിക്കുന്നവരെയും. ഇപ്പൊ ഒരു ജുംലയിൽ 3 ഭാഗങ്ങളായിരിക്കും ഉണ്ടാവുക. ഒരു വാചകത്തിൽ അറബി ഘടന പ്രകാരം 3 തരം വാക്കുകളാണ് ഉണ്ടാകുക. ഫിഅല്, ഇസ്മ്, ഹർഫ് എന്ന് പറയും. ഇസ്മ്, ഫിഅല്, ഹർഫ്. ഇസ്മ് എന്ന് പറഞ്ഞാൽ പേരുകൾ ഉണ്ടാകും. അത് ചിലപ്പോ രാജ്യത്തിന്റെ പേരാകും, വ്യക്തിയുടെ പേരാകും. പേര് എന്ന് പറഞ്ഞാൽ അതൊരു പേരാണ്. പേര് എന്ന വാക്ക് എന്താണ്? ഒരു ഇസ്മാണ്. അതൊക്കെ ഇസ്മിലാണ് വിടുക. അതേപോലെ 2-ാമത്തെ വിഭാഗം പ്രവർത്തനങ്ങളാണ്. ചെയ്തു, ചെയ്തിട്ടില്ല, ചെയ്യും, ചെയ്തിരുന്നു, ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ ഉള്ളത് എന്താ പറയാ? ഫിഅലുകൾ, അഫ്ആലായിട്ടാണ് പറയാ. അതുപോലെ തന്നെ 3-ാമത്തേത് ഹർഫാണ്. ഹർഫിന്റെ നിർവചനം എന്താന്ന് ചോദിച്ചാൽ
കുല്ലു ലഫ്ലിൻ ലാ യളറു മഅനാഹു ഇല്ലാ മാ ഗൈരിഹി. ഒന്നിന്റെ ഒപ്പം കൂടുമ്പോഴല്ലാതെ അതിനൊരു അർത്ഥം പൂർണ്ണമായും കിട്ടൂല. മനസ്സിലായില്ലേ? ഇപ്പോ വാവ്, മിൻ, ഇല, നിന്ന്, ലേക്ക് എന്നൊക്കെ പറഞ്ഞ വാക്ക് പൂർത്തിയാവൂല. അപ്പൊ അത് ഇടയിൽ വരുന്ന ഒരു വാചകം പൂർത്തിയാക്കാൻ വേണ്ടി വരുന്ന വാക്കുകൾക്കാണ് ഹുറൂഫ് എന്ന് പറയുക. ഏതായിരുന്നാലും അത് നമ്മുടെ പാഠ്യ പുസ്തകത്തിലുള്ള ഒരു പ്രയോഗമായതുകൊണ്ടാണ് ഞാനത് സൂചിപ്പിച്ചു പോയത്. ഇൻഷാ അല്ലാഹ് പിന്നീട് ഓരോ വാക്കുകൾ വരുമ്പോൾ നമുക്ക് അങ്ങനെ പറയാം. അവിടെ വ എന്ന് വന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വഅഹ്ലക്നൽ മുസ്രിഫീൻ ആ വാക്ക് നോക്കുക. ഇനി അതാണ് ആയത്തിന്റെ അവസാന ഭാഗമാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാനുള്ളത്. അതുകൂടി പറഞ്ഞിട്ട് ക്ലാസ് അവസാനിപ്പിക്കാം. വഅഹ്ലക്നൽ മുസ്രിഫീൻ, അതിരു കവിഞ്ഞവരെ നാം നശിപ്പിക്കുകയും ചെയ്തു. അതിര് കവിഞ്ഞ ആളുകളെ നാം നശിപ്പിക്കുകയും ചെയ്തു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. ഇസ്രാഫ് എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം ഒരു പരിധി ലംഘിക്കുന്ന ഏത് വിഷയത്തിനും പറയാം. ഇസ്രാഫ് എന്ന് പറയാം. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ കൽപ്പനകളെ ലംഘിക്കുകയും പ്രവാചകന്മാർ പറഞ്ഞ വിഷയങ്ങളെ മറികടക്കുകയും ചെയ്ത ആളുകൾ എന്നാണ്. പറഞ്ഞാൽ ധിക്കാരികൾ എന്നാണ് ഇവിടെ മുസ്രിഫിന്റെ അർത്ഥം. മനസ്സിലാണ്ടോ? അതിര് കവിഞ്ഞവർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അതിര് കവിച്ചാൽ എന്താ? കുഫറിലും ഷിർക്കിലും അതിര് കവിഞ്ഞു. അല്ലാതെ പൈസ കൂടുതൽ ചെലവാക്കി അതൊരു അതിര് കവിയലാണ്. വുളു എടുക്കുമ്പോൾ വെള്ളം കുറെ ഉപയോഗിക്കുക, അതിര് കവിയലാണ്. ഇവിടുത്തെ അതിര് കവിയൽ അതല്ല. എന്നാൽ എല്ലാ അതിര് കവിയലും ഇസ്ലാം വിലക്കിയിട്ടുള്ളതാണ് എന്ന് സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കണം. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട് ഓർമ്മപ്പെടുത്താം. വഅഹ്ലക്നൽ മുസ്രിഫീൻ എന്ന ഭാഗം വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിരിങ്ങൾ പറയാണ്, അതായത് അൽ മുകദ്ദിബീന, സത്യനിഷേധികളെ, ബിമാ ജാഅത്തുർ റുസുലു ബിഹി, പ്രവാചകന്മാർ കൊണ്ടുവന്നതിനെ നിഷേധിച്ച ആളുകൾ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇബ്നു കസീർ റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ കൊണ്ടുവന്ന വാചകമാണ്. ഇവിടെ മുസ്രിഫീനെ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? മുകദ്ദിബീനാണ്, സത്യനിഷേധികളാണ്. റസൂല് കൊണ്ടുവന്ന, പ്രവാചകന്മാർ കൊണ്ടുവന്ന, അള്ളാഹു പഠിപ്പിച്ച വിഷയങ്ങളെ മറികടക്കുന്ന ആളുകളാണ് ഇവിടെ അതിര് കവിഞ്ഞവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചില തഫ്സീറിൽ കാണാം വഅഹ്ലക്നൽ മുതജാവിസീന ലിൽ ഹദ്ദി, പരിധി വിട്ടവരെ നാം നശിപ്പിച്ചു. ബി കുഫ്രിഹിം ബില്ലാഹ്, അള്ളാഹുവിലുള്ള നിഷേധത്തിൽ, അള്ളാഹുവിനോടുള്ള നിഷേധത്തിൽ അതിര് കവിഞ്ഞ, വർത്തിക്കാബിഹിമുൽ മആസി, തിന്മയിൽ മുഴുകിയ ആളുകളെ നാം നശിപ്പിച്ചു എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സുഹൃത്തുക്കളെ, ഇസ്രാഫ്, അതിര് കവിയൽ, ഓവറാകൽ ഒരു വിഷയത്തിലും പാടില്ല. വിശുദ്ധ ഖുർആൻ പ്രത്യേകം പറഞ്ഞ ചില വിഷയങ്ങളുണ്ട്. അതിൽ ഒന്ന് തിന്നുക കുടിക്കുക എന്നുള്ള വിഷയത്തിൽ അതിര് കവിയരുത് എന്നാ. അല്ലേ? 2-3 സ്ഥലങ്ങളിൽ അള്ളാഹു ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ള കാര്യമാണത്. വകുലൂ വശ്റബൂ വലാ തുസ്രിഫൂ ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. 7-ാം അധ്യായം സൂറത്തുൽ അഅറാഫിലെ 31-ാമത്തെ ആയത്താണ്. അള്ളാഹു പ്രത്യേകം പറയാ, വകുലൂ, നിങ്ങൾ തിന്നുകൊള്ളുക, വശ്റബൂ, നിങ്ങൾ കുടിക്കുകയും ചെയ്യുക, വലാ തുസ്രിഫൂ, പക്ഷേ അമിതമായി തിന്നരുത്, അമിതമായി കുടിക്കരുത്. മനുഷ്യന്റെ മനസ്സിനെ മരവിപ്പിക്കുകയും ഹൃദയത്തിന്റെ കാഠിന്യത്തിന് കാരണമാവുകയും ചെയ്യുന്ന കാര്യങ്ങൾ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു അത് ചിലത് അമിതമായാൽ അങ്ങനെ സംഭവിക്കും. ഉറക്കം, സംസാരം, ഭക്ഷണം, ആളുകളോടുള്ള ഇടപഴകൽ, ഇത് 4ഉം അധികരിച്ചാൽ ഹൃദയത്തിന്റെ ലോലത നഷ്ടപ്പെടും. ഹൃദയ കാഠിന്യം, ഖസ്വത്തുൽ ഖൽബ് ഉണ്ടാകും, ഹൃദയം കഠിനമാകും. പിന്നെ പെട്ടെന്നൊന്നും ആയത്തും ഹദീസും അവന്റെ മനസ്സിൽ യേശൂല, ഒന്നും മനസ്സിൽ തട്ടൂല. കാരണം അവന് ഉറങ്ങുക, അതുപോലെ തന്നെ ഭക്ഷണം ഓവറായിട്ട് കഴിക്കുക, അതുപോലെ എപ്പോഴും സംസാരിക്കുക, എപ്പോഴും മറ്റോരൊപ്പം കൂടെ ഒഴിഞ്ഞിരുന്ന് അള്ളാഹിനെ ഓർക്കാൻ സമയമില്ലാത്ത വിധത്തിൽ ആളുകളോടൊപ്പം ഇടപഴകുക, അതൊക്കെ അമിതമാകലാണ്. അത് മനസ്സിനെ മരവിപ്പിക്കും. സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയം നമുക്ക് പഠിപ്പിച്ചു തന്നു. കുലു, നിങ്ങൾ തിന്നുക, വതസദ്ദഖു, നിങ്ങൾ ദാനം ചെയ്യുക, വൽബസു, നിങ്ങൾ വസ്ത്രം ധരിക്കുക, ഫീ ഗൈരി ഇസ്റാഫിൻ വലാ മഖീല, അമിതവുമാകരുത്, ആഡംബരവുമാകരുത്, അഹങ്കാരത്തിന്റെ വസ്ത്രമാകരുത്, അഹങ്കാരത്തിന്റെ ഭക്ഷണമാകരുത്, അഹങ്കരിക്കാൻ വേണ്ടി ദാനം ചെയ്യരുത്. ഇസ്രാഫും പാടില്ല, ഓവറായിട്ട് ചെലവാക്കുക, അവനവന് ആവശ്യത്തിന് പോലും തികയാത്ത വിധം പൈസ കൊണ്ട് ചെലവാക്കുക പാടില്ല. ഇസ്രാഫ് പാടില്ല എന്ന് ഖുർആൻ, ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. സൂറത്തുൽ അൻആമിലെ 6-ാം അധ്യായത്തിലെ 141-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാണ്, വലാ തുസ്രിഫൂ ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ.
അവിടെ പറയണത് എന്താ അറിയോ? നിങ്ങൾ കൊയ്തെടുക്കുന്ന സമയത്ത്, ആ വിളവെടുപ്പ് സമയത്ത് അതിൽ നിന്ന് സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് പറയാണ് ഓവറാക്കണ്ട, എന്തിലും ഒരു പരിധി വേണം, നിയമങ്ങൾ പാലിക്കണം, അതിര് കവിയരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമകളുടെ ഗുണം പറഞ്ഞപ്പോൾ അല്ലാഹു പറയുകയാണ്, ഇബാദുർ റഹ്മാനിന്റെ ഗുണം പറയുകയാണ്, വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമാ. ല്ലേ? വല്ലദീന ഇദാ അൻഫഖൂ, അവർ ചെലവഴിക്കുകയാണെങ്കിൽ, ലം യുസ്രിഫൂ വലം യഖ്തുറൂ, അതിര് കവിയുകയുമില്ല, പിടിച്ചു വെച്ച് പിശുക്കു കാണിക്കുകയുമില്ല, വകാന ബൈന ദാലിക ഖവാമാ, രണ്ടിനുമിടയിൽ മിതത്വം പാലിക്കും. ഒരിക്കൽ സഅദ് റളിയല്ലാഹു അൻഹു വുളു എടുക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലൂടെ നടന്നുപോയി. അപ്പോ മാ ഹാദ സറഫു യാ സഅദ്, എന്താണ് ഇങ്ങനെ അമിതമായിട്ട് വെള്ളം ഉപയോഗിക്കുന്നത് സഅദേ? ഖാല, സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഫിൽ വളുഇ സറഫ്, വുളു എടുക്കുന്ന വെള്ളത്തിന്റെ കാര്യത്തിൽ ഉണ്ടോ പേര് അധികവിയിലൊക്കെ? ഖാല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, ഉണ്ട്. വഇൻ കുൻത അലാ നഹരിൻ ജാർ, ഒഴുകുന്ന പുഴയിൽ നിന്ന് നീ വുളു എടുക്കുകയാണെങ്കിലും, വഇൻ കുൻത അലാ നഹരിൻ ജാർ, ഒഴുകുന്ന പുഴയിൽ നിന്ന് നീ വുളു എടുക്കുകയാണെങ്കിലും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ചില പണ്ഡിതന്മാർ ഈ ഹദീസിന് ചെറിയ ചില ദുർബലതകളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാമ അൽബാനി റഹ്മഹുല്ല ആദ്യം ഈ ഹദീസ് ദഈഫാണെന്ന് പറയുകയും പിന്നീട് അദ്ദേഹത്തിന്റെ സൂക്ഷ്മ പഠനത്തിനൊടുവിൽ ഒരു ഹസൻ എന്ന ദറജയിലേക്ക്, സ്വീകരിക്കാവുന്ന ഹദീസിന്റെ ദറജയിലേക്ക് അദ്ദേഹം അത് എടുത്തു പറയുകയും ചെയ്തത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഒരു വിഷയത്തിലും എന്ത് പാടില്ല? അതിരി കവിയൽ പാടില്ല എന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് വിഷയത്തിലും മിതത്വം പാലിക്കുന്ന നല്ലവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കണം യാ അല്ലാഹ്. നിന്റെ ഖുർആൻ കൃത്യമായി പഠിക്കാനും പ്രാവർത്തികമാക്കാനും അതുവഴി ഇരു ലോകത്തും വിജയിക്കാനും നീ ഞങ്ങളെ സഹായിക്കണം യാ അല്ലാഹ്. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.